ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ വെഡ്ഡിങ് ഗൗണിൻ്റെ കേപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്ലാസ് ഓർഗൻസയിൽ തന്നെ വരുന്ന 6 മീറ്റർ മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഹിജാബിൻ്റെ മുകളിലായിട്ട് ഇടാനുള്ള ആ ഒരു നെറ്റിൻ്റെ വെയിലും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫാബ്രിക് സാധാരണ നമ്മൾ അംബ്രല ഫുൾ സർക്കിൾ അംബ്രല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന പോലെ 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇത് ഞാൻ കാണിക്കുന്നത് വേറെ ഫാബ്രിക്കിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഫോൾഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ അടുത്ത് മിസ്സിങ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫാബ്രിക്കിൽ കാണിക്കുകയാണ്. അപ്പോൾ 4 നമ്മൾ ലെങ്ത് വൈസ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. 60 ഇഞ്ച് വിടുത്തുള്ള ഫാബ്രിക്കാണ് നമ്മൾ ആ കേപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഫാബ്രിക്കല്ല, ഇത് നമ്മൾ ജസ്റ്റ് ഒരു കാണിക്കാനായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇടുകയാണ്. അപ്പോൾ 4 നമ്മൾ ലെങ്ത് വൈസ് ഈ 6 മീറ്ററിന് നമ്മൾ 4 ഫോൾഡ് ചെയ്ത് ഇടുക. അതിനുശേഷം നമ്മളൊന്ന് ക്രോസ് ഫോൾഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നോർമലി അംബ്രല സ്കേർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു കേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേപ്പിന് അത്യാവശ്യം അവർക്ക് നല്ല ലെങ്തി ആയിട്ട് ഫ്ലോറിൽ ഇങ്ങനെ കിടക്കണം, നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കിടക്കുന്ന പോലെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 60 ഇഞ്ച് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ കോർണറിൽ നിന്ന് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അംബ്രല സ്കേർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ 60 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ അംബ്രല കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക. ഈ കോൺ വശം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു കേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അടിഭാഗം മാത്രം ആ അംബ്രല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കട്ടിങ്ങിൽ മാത്രമാണ് എല്ലാവർക്കും ഡൗട്ടുള്ളൂ. പിന്നെ ഈ എന്താ പറയുക, കുറച്ച് സ്റ്റിച്ചിങ് അറിയുന്നവർക്കും ജസ്റ്റ് ഇതിൻ്റെ ഒരു മോഡൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ആ ട്രിക്കൊന്ന് പിടികിട്ടിയാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് ചെയ്തിട്ടുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നേരെ നിവർത്തിയിടുകയാണ്. അപ്പോൾ നമുക്കിത് 2 പീസായിട്ടാണ് വരുന്നത്. ഫുൾ അംബ്രല സർക്കിള് 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗം ആ കേവ് ഷേപ്പ് വരുന്ന ഭാഗമല്ലാത്ത ഈ ഒരു പീസ് നമ്മൾ സെൻറ്റർ ഭാഗം നമ്മൾ ജോയിൻ ചെയ്യുക. 2 പീസും കൂടി നമ്മൾ ജോയിൻ ചെയ്യുക. അതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കേപ്പിൻ്റെ വശം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊരു പേപ്പറിൽ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നിവർത്തി വരുമ്പം ഇങ്ങനെ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. ജോയിൻ ചെയ്ത ഭാഗം താഴ്ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇനി ഇത് ഫോൾഡ് ചെയ്ത് ഇടേണ്ടത്. അതിനുശേഷം മുകൾ ഭാഗത്ത് നമ്മൾക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഒരു ബ്രൈഡിന് നമ്മൾ 16 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം അത് കുറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ 16 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് നമ്മുടെ തല കിടക്കാനായിട്ട് ബാക്കിൽ ഒരു ഹോളും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൈനെക്ക് കോളർ തന്നെയാണ് നമ്മുടെ ഈ ഒരു കേപ്പിനും നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇനി നമുക്കിത് ഫാബ്രിക്കിൽ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നോക്കാം. ഈ ഒരു പിക്ക് കാണുമ്പോൾ നമുക്കറിയാം ആ ജോയിൻ ചെയ്ത ഭാഗം വരുന്നത് അടിഭാഗത്തായിട്ടാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെൻറ്റർ ജോയിൻ ചെയ്ത ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പേപ്പറിൽ കാണിച്ച പോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ലെങ്ത്ത് ഫ്രണ്ടിലേക്കുള്ള ലെങ്ത്താണ്
സെൻറ്റർ ഭാഗത്താണ് നമ്മൾ കറക്റ്റ് ലെങ്ത് എടുക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് അതൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, എത്ര ലെങ്ത്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ 16 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഹൈ നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കിനായിട്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കിനായിട്ട് നമ്മൾ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത് നോർമലി കോളേഴ്സിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേപ്പിൻ്റെ കട്ടിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെക്ക് രണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിൽ ഒരു 5 ഇഞ്ചിൽ ഒരു ഓപ്പണിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തി നോക്കാം. നിവർത്തി നോക്കുമ്പം നമുക്ക് താഴ്ഭാഗത്തെ ഫ്രണ്ട് പൊസിഷനിൽ നമ്മൾക്ക് ഈ ഒരു 16 ഇഞ്ച് കഴിഞ്ഞ് ബാക്കി ബാക്ക് ഭാഗത്തേക്ക് അത്യാവശ്യം ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കേപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ പണിയായിരുന്നത്, ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യൽ. ഇത് അംബ്രല ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അത്രയും ലെങ്ത്തും ഉള്ളതുകൊണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാതെ നോർമൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് അത്രയും ഇതിൽ വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് 2 വട്ടമായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്കിതിൽ കോളർ കട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചു. അത് നമ്മളെപ്പോഴും സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ കോളറിൻ്റെ റൗണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ലെങ്ത്ത് എടുക്കുക. നോർമൽ സ്ട്രെയിറ്റ് എത്രയാണ് ലെങ്ത്ത് അത്രയും വരച്ചിട്ട് നമ്മൾ ചെറിയൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നോർമലി നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. സ്റ്റാൻഡിങ് കോളറാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കോളറാണ്. ഇങ്ങനെയാണ് ഞാൻ അതിന് കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ പേപ്പർ ക്യാൻവാസ് നമ്മുടെ മെറ്റീരിയലിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ്. ബാക്കിൽ നമ്മൾ ഷോ ബട്ടൺ കൊടുക്കാനായിട്ട് ഒരു ലൂപ്പും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ളൊരു ലുക്കാണിത്. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കംപ്ലീറ്റ് ഇങ്ങനെ ആ ഒരു ഫ്ലോയി ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി. ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ ഈ വർക്ക് മെറ്റീരിയലിൻ്റെ വർക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ കേപ്പിൽ കൈ വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഗം വെച്ച് തേച്ച് നോക്കി. പക്ഷേ ഗമ്മിൻ്റെ കളറ് പുറത്തേക്ക് കാണാണ്. പിന്നെ നല്ല തിക്കായിട്ട് വർക്കുള്ള ഭാഗത്ത് അങ്ങനെ അറിയില്ലെങ്കിലും അധികം തിക്കില്ലാത്ത വർക്കുള്ള ഭാഗത്ത് നമുക്ക് നല്ലോണം ഈ ഗമ്മ് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ ഒരു ഇതിൽ വെച്ചിട്ട് കൈ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ഹെവി വർക്കായതുകൊണ്ട് തന്നെ. അപ്പോൾ അത് മെല്ലെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതിലിങ്ങനെ അധികം തിക്കില്ലാത്ത ഭാഗത്തൊക്കെ കുറച്ചുകൂടി വർക്ക് വെച്ചിട്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതൊക്കെ ഒന്ന് വെച്ച് നോക്കി, എവിടേക്കാണ് എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ താഴെ വെച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഗമ്മ വെച്ച് നോക്കിയപ്പോൾ അത് ഫ്ലോപ്പാണെന്ന് മനസ്സിലായപ്പോൾ, ഫ്ലോപ്പല്ല കുഴപ്പമില്ല, പക്ഷെ എന്നാലും ആ ഒരു ഒരു വൈറ്റ് ഇങ്ങനെ ഒരു പാട് പോലെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഒട്ടിക്കാൻ പോയില്ല. ഒരു നൈസായിട്ട് ഒരു ഭാഗം മാത്രം ചെയ്തപ്പോൾ എനിക്ക് തോന്നി
അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിച്ചാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഡയറക്റ്റ് സ്റ്റിച്ചിങ് തന്നെ ആയി. അത്യാവശ്യം ഒരു ടൈം നമുക്ക് ഈ ഒരു കേപ്പിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും, അതുപോലെ നമുക്ക് ഈ സ്കേർട്ടിലും നമ്മളിതുപോലെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും അത്യാവശ്യം ടൈം നമുക്ക് എടുത്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ കഴിയുന്ന വർക്കല്ല, അത്യാവശ്യം വർക്കുണ്ട്. നമുക്ക് ശരിക്കും ഈ ഒരു വർക്കിന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എത്ര ടൈം എടുക്കുന്ന കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരിക്കും ചെയ്തു വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ടൈമും അത്യാവശ്യം നമുക്ക് എഫേർട്ടും ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യാം, കസ്റ്റമർ പറഞ്ഞ റിവ്യൂസൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം വർക്ക് നമുക്ക് വന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ 2025 റീക്യാപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു വട്ടം കൂടിയും പറയാം. ഈ ഒരു വർക്ക് നമുക്ക് വരുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നുള്ളൊരു കസ്റ്റമർ ആയിരുന്നു. ആൾ നമ്മളൊരു 6 മന്ത് മുന്നേ ആണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് അവരെന്നെ വിശ്വസിച്ച് ഈ ഒരു വർക്ക് ഏൽപ്പിച്ചതെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ പേജിൽ നോക്കുമ്പോൾ, ഇൻസ്റ്റഗ്രാം പേജിലോ യൂട്യൂബിലോ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വർക്ക് ചെയ്തിട്ടില്ല, ബ്രൈഡൽ വർക്ക് ചെയ്തിട്ടില്ല. ബ്രൈഡ് ടു ബി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ബ്രൈഡൽ വർക്ക് ആദ്യം കുറേ ഡിസൈൻസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2-3 എണ്ണത്തിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡിൽ, തലയിൽ മഫ്തൻ്റെ മുകളിൽ വയ്ക്കാനുള്ള വെയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഷോൾ ഇടുന്ന പോലെയുള്ള എത്ര ലെങ്ത്ത് വേണം, ഫുൾ ലെങ്ത്ത് ഫ്ലോർ വരെയുള്ള ലെങ്ത്ത് നമ്മൾ എടുത്തു. അങ്ങനെ നമ്മൾ 2 പീസാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് അത്രയും വീതിയില്ലാത്ത ഒരു ക്ലോത്താണ് ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത്. 42 ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 2 പീസാക്കിയിട്ട് നമ്മൾ ഫ്ലോർ ലെങ്ത്തിൽ നോർമലി നമ്മൾ ഷോൾ ഇടുന്ന പോലെ എടുത്തിട്ട് സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നേരത്തെ നമ്മൾ കേപ്പിന് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അടിഭാഗത്ത് നമ്മൾ ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ ഒരു കർവ് ഷേപ്പ് പോലെ, നമ്മുടെ ടെയിലിൻ്റെ ഷേപ്പ് പോലെ കറക്റ്റായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. അത്രയും സിമ്പിളാണ് ഈ ഒരു ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തതല്ല, ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാനായിട്ട് സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്തു. അടിഭാഗത്തൊരു കർവ് ഷേപ്പ് പോലെ കൊടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ ടെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുറേ വർക്കുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അരികു ഭാഗത്തൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു വർക്കും കൂടി സെൻട്രലായിട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് അതൊന്ന് എൻ്റെ തലയിലൊന്ന് വെച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് ആൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ, ഞാൻ കാണുന്നുണ്ട് കമൻസൊക്കെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. കുറച്ച് സമയം എനിക്ക് വേണം, കാരണം കുറച്ച് വർക്കുകളുണ്ട്. അൽഹംദുലില്ലാഹ് കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം കൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം. നിങ്ങൾ പറയുന്ന പാറ്റേൺസൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയാൽ ഹെവി വർക്കൊന്നും നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ മെറ്റീരിയൽ എടുത്ത് ചെയ്ത് കാണിക്കാനൊന്നും പറ്റൂല. ഇതുപോലെ നമുക്ക് ഓർഡേഴ്സൊക്കെ വന്നാലാണ് നമുക്ക് ഇതുപോലൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത്രയും മീറ്റർ മെറ്റീരിയലൊന്നും നമ്മൾ വെറുതെ വാങ്ങിയിട്ട് നമ്മൾ ഒരു ഉപകാരമില്ലാത്ത പോലെ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് വർക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ ആ മോഡൽസൊക്കെ നമ്മുടെ പേജിൽ കാണിക്കും. എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളതും തന്നെ അൽഹംദുലില്ലാഹ് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇനി ഇതുപോലെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ നമ്മളെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. musmode@air എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ നെയിം വരുന്നത്. പിന്നെ ഇതെന്താ പറയുക, നമ്മളൊരിക്കലും ഈ ഒരു ബ്രൈഡൽ വർക്കൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വർക്കായിരുന്നു. ചെയ്തപ്പോൾ എന്തോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രൈഡ് ഇത് ഇട്ടിട്ട് അവർ നമുക്ക് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. ആ കമൻ്റ് ആയിട്ട് എനിക്ക് എന്താ പറയുക, ശരിക്കും ഞാൻ കരഞ്ഞു. അത്രയും നമ്മൾ
എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എന്തായിരിക്കും, നമ്മൾ എന്തൊരു സാധനം കൊടുത്താലും നമുക്ക് ക്യാഷിനേക്കാൾ വലുത് അവരത് ഇട്ടിട്ട് ഓക്കെ ആണ്, അവർക്ക് ഇഷ്ടമായി, ആ ഒരു കമൻ്റാണ് നമുക്ക് ഏറ്റവും വലുത്. അങ്ങനെ ഒരു കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു വോയിസും കൂടി കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ടെൻഷൻ അടിക്കേണ്ടത് ഇന്ന് രാവിലെ കുട്ടിക്ക് അതെടുത്തിട്ട് നോക്കി അതായത് അവളെ വച്ച് തയ്ച്ചോലുണ്ട്. 1 ഇഞ്ച് ടൈറ്റ് 1 ഇഞ്ച് ലൂസോ ഇല്ല, അത്രയ്ക്ക് ഫിറ്റ്, കറക്റ്റ് ഫിറ്റ്, അടിപൊളി സാധനം. 2 മണിയാകുമ്പോഴത്തേക്കും ബ്യൂട്ടീഷ്യൻസ് വരും. അപ്പൊ പിന്നെ അവർക്ക് റെഡിയാക്കി ഞാൻ തന്നെ ഫോട്ടോസ് അയച്ചു തരാം.